ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. പ്രിയ ദൈവമക്കളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സത്യം ഇല്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു, അത് അവിടുത്തെ അസന്തുഷ്ടനാക്കി. അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി. സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു. ഏഷ്യ 59:15-16. ഇസ്രായേൽ ജനം ധാർമ്മികമായി അധപ്പതിച്ചു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും ശരിയായ മാർഗം നിർദ്ദേശിക്കുവാനും ആരും ഇല്ലായ്കയാൽ ദൈവഭയം തീരെ ഇല്ലാതായി. ആരെങ്കിലും നീതിയായി ജീവിക്കുവാൻ അവരെ ധാർമ്മിക നിഷ്ഠയില്ലാത്തവർ നശിപ്പിക്കുന്നു. ആരും അതിനെ എതിർക്കുന്നില്ല. മറ്റുള്ളവർ അനീതി അനുഭവിക്കട്ടെ, അത് എനിക്ക് ബാധകമല്ല. ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കും എന്നാണ് പലരുടെയും ചിന്ത. ക്രിസ്ത്യാനികൾ തെറ്റിപ്പോകുന്ന ഒരു സ്ഥാനമാണിത്. നമ്മെ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങളിൽ എന്തിന് ഇടപെടുന്നു എന്ന ചോദ്യത്തിലൂടെ ഒഴിവ് കഴിവ് പറയുന്നു. നിസ്സഹായരെ കാരണം കൂടാതെ ബലമുള്ളവർ ഉപദ്രവിക്കുന്നത് കണ്ടതിനുശേഷം ഒഴിഞ്ഞു മാറുന്നത് തെറ്റല്ല എന്നാണ് അവരുടെ ചിന്ത. ഇത് ക്രിസ്ത്യാനിക്ക് ഒട്ടും ഉചിതമല്ല. നല്ല സമരിയാക്കാന്റെ ഉപമയിൽ ലേവ്യനും പുരോഹിതനും ഈ വിധത്തിൽ ചിന്തിച്ച് ഒഴിഞ്ഞു മാറിയവരാണ്. അനീതി എവിടെ കണ്ടാലും അതിനെതിരായി പ്രവർത്തിച്ചവരാണ് മഹാത്മാക്കൾ. അവരെ മറ്റുള്ളവർ ഉപദ്രവിച്ചേക്കാമെങ്കിലും അവരുടെ പ്രവർത്തനം നിത്യമായ ഫലം പുറപ്പെടുവിക്കും. നാഥാൻ പ്രവാചകനും യോഹന്നാൻ സ്നാപകനും ഈ ദർശനത്തോടെ പ്രവർത്തിച്ചു. അബ്രഹാം ലിങ്കനും മാർട്ടിൻ ലൂതർ കിങ്ങും ബോൺഹോഫറും സ്വന്തം സുരക്ഷിതത്വം നോക്കാതെ അനീതിക്കെതിരായി പ്രവർത്തിച്ചു. അവർ ലോകത്തെ രക്ഷിച്ചു. നാം അനീതി കണ്ട് മിണ്ടാതിരിക്കരുത്. തക്ക സമയം ഇടപെട്ട് പറയുന്ന വാക്ക് ഒരാളെ മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം. തൽക്കാലം ചിലർ നമുക്ക് ശത്രുക്കളായേക്കാമെങ്കിലും ഭാവിയിൽ അവരും നമ്മെ ബഹുമാനിക്കും. ക്രിസ്ത്യാനി അനീതി കണ്ട് ഒഴിഞ്ഞു മാറുന്നവനല്ല. ഒരുപക്ഷെ നാം ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നതായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ബലഹീനൻ അനീതി അനുഭവിക്കുന്നത് കണ്ട് മിണ്ടാതിരിക്കുന്നത് ലോകത്തിന്റെ ബുദ്ധി. തുറന്നു പറയുന്നത് ക്രിസ്ത്യ വിശ്വാസം. പരിശുദ്ധമ്മ IMS അമ്മ നമുക്കെല്ലാവർക്കും ആത്മധൈര്യം തരട്ടെ. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുവാൻ അതിനുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.